ആ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, നല്ല മെയിലൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെയിൽ അയച്ചായിരുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ ലൈക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അന്നേരം പിന്നെ ഞാൻ അതിലേക്ക് അങ്ങ് പോയി, നമ്മുടെ UK നഴ്സസിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ 2 വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും പിന്നെ എനിക്ക് മെയിലൊരു റിക്വസ്റ്റ് വന്നായിരുന്നു, ഈ വിദേശത്ത് പോകുമ്പോൾ ഈ കൾച്ചറൽ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയാമെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ വന്നായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു രീതിയും പുറത്തെ രീതിയും, നമ്മളവിടെ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കൾച്ചറോ അവരുടെ ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെ ചോദിച്ചൊരു റിക്വസ്റ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 വീഡിയോ ഒന്ന് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് മാർഗം. സമയം പോകാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫാനി പാക്കാണ്. ഫാനി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബം ബാഗ് എന്ന് ഇതിന് പറയപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും, ഈ ചിലരാണെങ്കിൽ ഇങ്ങനെ ഈ ചെറിയ പേഴ്സ് കണ്ടിട്ടില്ലേ, ഈ അരയിൽ കെട്ടുന്ന സെയിം അതേ ഇതാണ് ഇതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ വേണേൽ പറയാം അതിനെ. ഇത് മെയിനായിട്ടും നമ്മുടെ നാട്ടിൽ ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് യങ് ജനറേഷൻ, ഇപ്പോൾ പുതിയ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ മാത്രമേ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ആൾക്കാർ ഈ ഫാനി പാക്ക് യൂസ് ചെയ്ത് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ട്രാവലിംഗ് ഒക്കെ നല്ല ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സോക്കറ്റും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് മറ്റേ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഒരു സേഫ്റ്റി ഒരു ബാക്ക് പാക്ക് ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഒരു ബോബി ബാക്ക് പാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് ബോബി ബാക്ക് പാക്കിൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒന്നും അതിനകത്തൊന്നും ഒരു സാധനം ആർക്കും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോബി ബാക്ക് പാക്ക് എടുത്തിട്ട് അതിനകത്തൊന്നും എടുക്കുന്നതിലും നല്ലത് ഒരു ഫാനി പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇത് നമ്മൾ നേരെ നമ്മുടെ അരയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ 2 ഇതുണ്ടാവും, സ്ട്രാപ്പ് വഴി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് വഴി ഇങ്ങനെ യോജിപ്പിക്കുക ചെയ്യുക. പിന്നെ ഇതിന് അഡ്ജസ്റ്റബിളാണ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നൊരു സാധനമാണ്. പിന്നാണെങ്കിൽ ഇതിൻ്റെ ഫ്ലാപ്സ് ഇങ്ങനെ വെളിയിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ടർ കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഫ്ലാപ്സ് വെളിയിലേക്ക് കിടക്കില്ല. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അരയിൽ ഇതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിദേശികൾ ഇത് കണ്ടമാനം ഉപയോഗിക്കാറുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഐപോഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും ഈ കമ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഇത് കൂടെ ഉണ്ട്. സിപ്പർ ഉള്ളതല്ല, അല്ലാതെ ജസ്റ്റ് നമുക്ക് ആക്സസിബിളായിട്ടുള്ളൊരു ഇതൊരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു മെമ്പറേൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇതങ്ങനെ നോക്കിക്കോ, ഇത് കണ്ടില്ലേ. അതിനകത്ത് നമുക്കിപ്പോൾ ടിക്കറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ വെക്കാം. നമ്മുടെ മൊബൈലിൻ്റെ ഹെഡ്സെറ്റ്, ചാർജറിൻ്റെ കേബിൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളിൽ പിന്നെ അല്ലാതെ ഒരു സാധനങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. അതുപോലെ കൊച്ചു ക്യാമറകളോ ഡിജിറ്റൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ വളരെ സേഫായിരിക്കും ഇതിനുള്ളിൽ. ഒന്നും പോവില്ല നമുക്ക്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്റ്റീലായി പോവില്ല. അത് മാത്രമല്ല ഇത് വേറൊരു ഇതിലേക്ക് വേറൊരാൾക്ക് അങ്ങനെ നമ്മുടെ ഇതില്ലാതെ, നമ്മുടെ നോളജ് ഇല്ലാതെ അത് ആക്സസ് ചെയ്യാനോ അതിനകത്തൊന്നും എടുക്കാനോ ഒന്നും പറ്റില്ല. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് ഒരു വെള്ളത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റാണ്. അത് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ല, വെള്ളത്തിൻ്റെ ബോട്ടിൽ നമുക്കിവിടെ വെക്കാം. വെച്ചിട്ട് അത് ആടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഫാസ്റ്റൻ ചെയ്യാൻ പറ്റും. ഇതും അഡ്ജസ്റ്റബിളാണ്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടല്ലോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നത്. ഇത് വേണമെങ്കിൽ ഇത് റിമൂവബിളും ആണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഈ ക്ലിപ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ വെക്കാം. അത് മാത്രമല്ല ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ സ്കാർഫോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് വെച്ചാൽ അവിടെ ഇരിക്കുകയും ചെയ്യും, എങ്ങും പോവില്ല. അപ്പോൾ നല്ലൊരു കൂൾ പ്രോഡക്റ്റാണ്. ഇത് WaterFly എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇതാണ്. കാരണം ഒരു 2 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ഈ സാധനം പറയുന്നത്. 2 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും എന്ത് രീതിയിലുള്ള ഡാമേജ് ആണെങ്കിലും അവർ നമ്മൾ ഒന്നുകിൽ പൈസ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ മോഡൽ നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ് പറയുന്നത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അവിടുന്ന് നിങ്ങൾ കയറിയിട്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ പുറകിൽ ഇത് കണ്ട് കുറേ സുഷിരങ്ങൾ കണ്ടില്ലേ ഇവിടെ.
ഇത്ര ഇങ്ങനെ പെർഫറേറ്റഡ് ആയിട്ടുള്ളൊരു മെമ്പറൈൻ കൂടി അതിൻ്റെ പുറകിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാനി പാക്കൊക്കെ നമ്മൾ ഇങ്ങനെ ആരെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ലേ, ചൂട് എയർ സർക്കുലേഷൻ്റെയൊക്കെ പ്രശ്നം വരും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെമ്പറൈൻ അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ചൂട് അവിടെ വേർക്കൊന്നുമില്ല, നമ്മുടെ ശരീരത്തിൻ്റെ അവിടെ വേർക്കൊന്നുമില്ല, വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതാണ്. പിന്നെ ഞാൻ ഈ കമ്പനി തന്നെ സജസ്റ്റ് ചെയ്യാനൊരു വേറൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്ന വേറെ 2 ഐറ്റംസ് കൂടിയുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത് പൊല്യൂഷൻ മാസ്ക് അല്ല, മറ്റേ സേഫ്റ്റി മാസ്ക് അല്ല, ഇത് മറ്റേ ഐ മാസ്കാണ്. നമ്മൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ടൈം ഡിഫറൻസ് കാരണം മുഖത്തേക്ക് വെട്ടം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അന്നേരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ എടുക്കുക, ഇതിങ്ങനെ വെക്കുക, ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാം. അല്പം പോലും വെളിച്ചം അകത്തേക്ക് കിടക്കില്ല, ഇതുവഴി എങ്ങും കിടക്കില്ല. രാത്രി ഉറങ്ങുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടും. ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന വേറൊരു സാധനമാണ് ഈ ഇയർപോഡ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇത് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു പാക്കേജ്, ഒരു പൗച്ചോട് കൂടിയാണ് വരുന്നത്. ഈ പൗച്ചിനകത്തിൽ നമുക്ക് ഇയർപോഡ്സ് അതിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇതാണ് ഇയർപോഡ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പറ്റാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ശബ്ദവും കേൾക്കേണ്ട, സുഖമായിട്ട് ഉറങ്ങിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നേരെ ഇതെടുക്കുക. ഇത് സ്പോഞ്ചിയാണ് ഈ സാധനം. അപ്പോൾ ഇങ്ങനൊരു വള്ളിയുണ്ട് എങ്ങും പോകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഇങ്ങനെ കഴുത്തിൻ്റെ പുറകെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് നേരെ എടുക്കുക. എടുത്തിട്ട് ഇതിലിങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്യുക. പിഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിയതുണ്ട്, ചെറുതായത് കണ്ടില്ലേ, അത് കാണിച്ചത്, ഇത് കണ്ടില്ലേ ചെറുതായില്ലേ. അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ അത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് വീണ്ടും ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് അവിടെ അടഞ്ഞിരിക്കും. ഒരു സൗണ്ട് പോലും നമ്മൾ കേൾക്കില്ല. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല, ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കൂടി പൗച്ച് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇതിനകത്തിൽ അല്ലാതെ എക്സ്ട്രാ കമ്പാർട്ട്മെൻറ്റ് കൂടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ സാധാരണ എൻ്റെ മെമ്മറി കാർഡ് 2 അത് ഞാൻ ഇതിനുള്ളിലാണ് വെക്കാറുണ്ട്. ക്യാമറയുടെ മെമ്മറി കാർഡാണ്, അതുപോലെ കാർഡ് റീഡർ, പിന്നെ ഒരു പെൻ ഡ്രൈവ്. ഇത്ര സാധനങ്ങൾ ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ വേറെ ഒന്നും പോവില്ല. ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോകില്ലേ, അതുപോലെ തന്നെ ഇത് ഒടിഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് വളരെ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഈ ഫാനി പാക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഈ 2-3 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഒരുമാതിരിപ്പെട്ട ബാക്ക് പാക്സിലൊന്നും ഈ ഫാനി പാക്കിലൊന്നും ഈ പെർഫറേറ്റഡ് ആയിട്ടുള്ള സാധനം കാണാറില്ല. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ വളരെ ചൂടായിരിക്കും, വേർക്കാനൊക്കെ തുടങ്ങും, നമ്മുടെ വയറിൻ്റെ സൈഡ് വേർക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ചൂടെടുക്കില്ല. പിന്നെ 2 വർഷത്തെ ഗ്യാരണ്ടി ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ സ്ലീപ്പിംഗ് മാസ്കും ഈ ഇതും കിട്ടും. പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ ഹയർ മോഡൽ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ട്രാവൽ നെക്ക് പില്ലോ കൂടെ തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി നെക്ക് പില്ലോ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് മേടിക്കാഞ്ഞത്. നെക്ക് പില്ലോ എന്താണെന്ന് അറിയാത്തൊരു മെയിൽ അയച്ചാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഫാനി പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ബോയ് ബാക്ക് പാക്കിൻ്റെ കൂടെ തന്നെ എന്താ പറയുന്നത്, കൺജങ്ഷനിൽ യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും വെക്കാം. പിന്നെ സൈക്കിൾ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. സൈക്ലിങ്ങിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് ആക്കി ഇട്ട് കഴിഞ്ഞാൽ സൈക്ലിങ് നടക്കും. ഇടയ്ക്ക് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ എടുക്കേണ്ടപ്പോൾ താഴെ വരെ കുനിയണ്ട, ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 3000 വരും. അത് അവർ ഷിപ്പിംഗ് ഉണ്ട്. കോവിഡ് കാരണം ഇപ്പോൾ ഷിപ്പ് ചെയ്യുന്നില്ല, എങ്കിലും ഓൺലൈനിൽ കയറിയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഷിപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് താല്പര്യമുള്ളവരൊന്ന് മേടിച്ച് യൂസ് ചെയ്യുക. വളരെ വാല്യൂ ഫോർ മണി, നല്ലൊരു പ്രോഡക്റ്റാണ്, നഷ്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്, ചെറിയ ബോട്ടിലാണെങ്കിൽ കേട്ടോ, വലിയ ബോട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് തരിക. അതില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കരുത്, താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഇത് വെറുതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ തന്നെ വീഡിയോ റിമൂവ് ചെയ്തേക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം. ഈ കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചൊരു വീഡിയോ കൂടി ചെയ്യാം. അതുകൂടി ഞാൻ ഇടുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. തരാ.